ഇമാജിൻ ഇതുപോലെ ഒരു സ്വിച്ച്. ഇതൊരു സാധാരണ സ്വിച്ചാണ്. ഒന്നുകിൽ ഓൺ പൊസിഷനിൽ ഇതുപോലെയാകാം, അല്ലെങ്കിൽ ഓഫ് പൊസിഷനിലാകാം. വേറെ ഒരു അഭ്യാസവും ഈ സ്വിച്ചിൽ കാണിക്കാൻ പറ്റില്ല. എന്നാൽ ഇത് ഒരു മാജിക് സ്വിച്ചാണ്. ഇതിന് ഓൺ പൊസിഷനിലാകാൻ പറ്റും, ഓഫ് പൊസിഷനിലാകാൻ പറ്റും. പിന്നെ ദേ ഇങ്ങനെ നടുക്ക് പിടിച്ച് നിർത്തി ഓണും ആവാം ഓഫും ആകാം എന്നുള്ള രീതിയിൽ നിർത്താൻ പറ്റും. ഇതുപോലെയാണ് ക്ലാസിക്കൽ കമ്പ്യൂട്ടറിലെ ബിറ്റും ക്വാണ്ടം കമ്പ്യൂട്ടറിലെ ക്യൂബിറ്റും. ഒരു ക്ലാസിക്കൽ കമ്പ്യൂട്ടർ ഏത് ഫോം ഓഫ് ഡേറ്റേനെയും സീറോസിലും വൺസിലും മാത്രം വരുന്ന ബിറ്റിലാവും പ്രോസസ്സ് ചെയ്യുന്നത്. ബിറ്റിൻ്റെ എണ്ണം കൂടാം, 32 ബിറ്റോ 64 ബിറ്റോ ഒക്കെ. എത്ര ബിറ്റ് ഉണ്ടെങ്കിലും അതിൽ ഓരോ ബിറ്റിനും ഒരു സമയത്ത് ഒന്നോ അല്ലെങ്കിൽ 0 ഇതിലൊരു വാല്യൂ മാത്രമേ ആകാൻ പറ്റുള്ളൂ. അത്തരത്തിലെ പ്രോസസ്സിങ്ങും അങ്ങനത്തെ അൽഗോരിതംസുമേ ക്ലാസിക്കൽ കമ്പ്യൂട്ടറിലുള്ളൂ. ഒരു ക്വാണ്ടം കമ്പ്യൂട്ടറിൽ ബിറ്റിന് പകരം ക്യൂബിറ്റിലാണ് ഡേറ്റ പ്രോസസ്സ് ചെയ്യുന്നത്. ഒരു ക്യൂബിറ്റിന് 1 ആവാം 0 ആവാം, ഒരേ സമയം 1ഉം 0 ആവാം. കാരണം ക്വാണ്ടം മെക്കാനിക്സിലെ സൂപ്പർ പൊസിഷൻ, എൻറ്റാങ്കിൾമെൻറ്റ് പോലുള്ള പ്രിൻസിപ്പിൾസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വർക്ക് ചെയ്യുന്നത്. ക്വാണ്ടം മെക്കാനിക്സിലെ ഫണ്ടമെൻ്റലായ ഒരു പ്രിൻസിപ്പിളാണ് സൂപ്പർ പൊസിഷൻ. ഇലക്ട്രോൺസ്, ഫോട്ടോൺസ് പോലുള്ള പാർട്ടിക്കിൾസിന് ഒരേ സമയം പല എനർജി സ്റ്റേറ്റുകളിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന പ്രോപ്പർട്ടി. ക്വാണ്ടം പാർട്ടിക്കിൾസിൻ്റെ ഈ സൂപ്പർ പൊസിഷൻ ലോജിക്കാണ് ക്യൂബിറ്റുകൾക്ക് 0 ആവാം 1 ആവാം, ഒരേ സമയത്ത് 0ഉം 1ഉം ആകാം എന്ന കോൺസെപ്റ്റ് കൊടുക്കുന്നത്. ക്വാണ്ടം മെക്കാനിക്സിലെ മറ്റൊരു പ്രധാന പ്രിൻസിപ്പിളാണ് ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ്. ഇമാജിൻ ഒരേപോലത്തെ 2 ക്വാണ്ടം പാർട്ടിക്കിൾസ്, ഇലക്ട്രോൺ പെയർ ഒക്കെ പോലെ. ഈ 2 പാർട്ടിക്കിൾസ് പരസ്പരം ഡിപ്പെൻഡൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് എൻറ്റാങ്കിൾമെൻറ്റ്. 2ഓ അതിലധികം പാർട്ടിക്കിൾസിനോ പല രീതിയിൽ എൻറ്റാങ്കിൾഡ് ആകാം. എൻറ്റാങ്കിൾഡ് ആയ പാർട്ടിക്കിൾസ് എത്ര അകലെയാണെങ്കിലും അവർ ഇന്നേവേ കണക്റ്റഡ് ആയിരിക്കും. ഈ എൻറ്റാങ്കിൾമെൻറ്റ് ലോജിക്കും ക്യൂബിറ്റുകൾ കൊണ്ട്. ഇമാജിൻ ഇതുപോലത്തെ 50 ക്യൂബിറ്റ്, 100 ക്യൂബിറ്റ്, 1000 ക്യൂബിറ്റ്. എത്ര കോടി പോസിബിലിറ്റികളിൽ എത്ര ഡേറ്റാസ് ക്യൂബിറ്റുകൾക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഈ ഒരു ലോജിക്കാണ് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന്. എന്നാൽ ഇത്രയും പോസിബിലിറ്റികളിൽ ഇത്രയും ഡേറ്റ പ്രോസസ്സ് ചെയ്യുന്നതുകൊണ്ട് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിലെ ഒരു പ്രധാന പ്രശ്നമാണ് എറേഴ്സ്. ക്യൂബിറ്റുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് പ്രോസസ്സ് ചെയ്യേണ്ട ഡേറ്റയുടെ എണ്ണം കൂടും, അതിനനുസരിച്ച് എറേഴ്സും കൂടുതലായിരിക്കും. ഈ മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന പല കമ്പനികളും ക്യൂബിറ്റുകളുടെ എണ്ണം കൂട്ടി ഡേറ്റ പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ അളവ് കൂട്ടാനായിരുന്നു മെയിനായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ആ സമയത്ത് ഗൂഗിൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂബിറ്റിൻ്റെ സൈസ് കൂട്ടുന്നതിന് പകരം പ്രോസസ്സ് ചെയ്യുമ്പം ഉണ്ടാകുന്ന ഈ എററിൻ്റെ എണ്ണം കുറയ്ക്കാനായിട്ട് ഫോക്കസ് ചെയ്തു. അങ്ങനെ ഇതുവരെ ഉള്ളതിൽ എക്സ്പൊണൻഷ്യലി എറർ കുറച്ചുകൊണ്ട് സ്പീഡ് കൂട്ടിക്കൊണ്ട് ഗൂഗിൾ നിർമ്മിച്ച ഒരു ക്വാണ്ടം ചിപ്പാണ് വില്ലോ. സൂപ്പർ കണ്ടക്റ്റിംഗ് ക്യൂബിറ്റുകൾ വെച്ചിട്ടുള്ള ഒരു ഫിസിക്കൽ ക്വാണ്ടം ചിപ്പാണ് വില്ലോ. വില്ലോയിൽ 105 ക്യൂബിറ്റുകളാണുള്ളത്. ഗൂഗിളിൻ്റെ ബ്ലോഗിൽ വില്ലോ ചിപ്പിൻ്റെ 2 മേജർ അച്ചീവ്മെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, കഴിഞ്ഞ 30 വർഷത്തോളം ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിലെ ഏറ്റവും വലിയ പ്രശ്നമായ പ്രോസസ്സ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എറേഴ്സിന് വില്ലോ ചിപ്പ് എക്സ്പൊണൻഷ്യലായിട്ട് കുറച്ചുവെന്ന്. 2, ക്വാണ്ടം പ്രോസസ്സറുകളുടെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂള് പോലെ ഒന്നാണ് RCS കമ്പ്യൂട്ടേഷൻ, റാൻഡം സർക്യൂട്ട് സാമ്പിളിംഗ് കമ്പ്യൂട്ടേഷൻ. ഇതുവരയ്ക്കും എററും നോയ്സും ഒക്കെ കൂടുന്നതുകൊണ്ട് പല ക്വാണ്ടം പ്രോസസ്സറുകൾക്കും ഈ കമ്പ്യൂട്ടേഷൻ ചെയ്യുന്നതിൽ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ വില്ലോ ചിപ്പിൽ അഡ്വാൻസ്ഡ് ആയ എറർ കറക്ഷൻ നടക്കുന്നതുകൊണ്ട് ഈ RCS കമ്പ്യൂട്ടേഷനെ 5 മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്തു. ഇതേ പ്രോസസ്സ് അല്ലെങ്കിൽ ഇതേ കമ്പ്യൂട്ടേഷൻ ഇപ്പോൾ ഉള്ള ഒരു ക്ലാസിക്കൽ സൂപ്പർ കമ്പ്യൂട്ടറിനെ കംപ്ലീറ്റ് ചെയ്യാൻ 10 സെപ്റ്റിലിയൻ വർഷം വേണ്ടി വരുമത്രേ. എന്ന് വെച്ചാൽ 1ഉം 25 പൂജ്യവും. ഇത് രണ്ടുമാണ് വില്ലോ ചിപ്പിൻ്റെ മേജർ അച്ചീവ്മെൻറ്റ്സ്. ഹ്യൂമാനിറ്റിക്ക് ഒരു വലിയ രീതിയിൽ ടെക്നോളജിക്കൽ ലീപ്പ് തരാൻ പോകുന്ന ദ നെക്സ്റ്റ് സ്റ്റേജിൻ്റെ ആരംഭമായാണ് പലരും ഈ അച്ചീവ്മെൻറ്റുകളെ കാണുന്നത്. ബിക്കോസ് ഗൂഗിൾ തന്നെ പറയുന്നുണ്ട്, വില്ലോ ചിപ്പിൽ നിന്നും കിട്ടിയ അച്ചീവ്മെൻറ്റ്സിനെ ഇംപ്രൂവ് ചെയ്ത് ഏറ്റവും വേഗത്തിൽ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസിന് വേണ്ടി തയ്യാറാക്കുമെന്ന്. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് മികച്ചതായാൽ 1, മരുന്നുകളുടെ കണ്ടുപിടുത്തം ഈസിയാവും. ഫിസിക്കലായി നമ്മൾ ട്രൈ ചെയ്ത് സമയമെടുത്ത് പല പരീക്ഷണങ്ങളിൽ നോക്കുന്നതിനേക്കാളും ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിന് പല പോസിബിലിറ്റികളിൽ മോളിക്യൂൾസിനെ സിമുലേറ്റ് ചെയ്യിക്കാൻ പറ്റും.
ഇത് സ്പീഡിൽ നടക്കുന്നത് കൊണ്ട് മരുന്നുകളുടെ എസ്പെഷ്യലി പുതിയ രോഗങ്ങൾക്ക് വേണ്ടിയുള്ള വാക്സിനുകളുടെ ഒക്കെ ഡിസ്കവറി പെട്ടെന്ന് നടക്കും. അതുകൂടാതെ സൈഡ് എഫക്ട്സ് കുറഞ്ഞ രീതിയിൽ ഏറ്റവും ബെസ്റ്റ് മെഡിസിൻസ് കണ്ടുപിടിക്കാനും ഇത് സഹായിക്കും. 2. ഹൈ പെർഫോമിംഗ് ഇൻഡസ്ട്രിയൽ മെറ്റീരിയൽസ് നിർമ്മിക്കാൻ. മരുന്നുകളുടെ നിർമ്മാണത്തിൽ പറഞ്ഞ സെയിം ലോജിക്കിൽ വിവിധ തരം മോളിക്യൂൾസിനെയോ അവയുടെ പ്രോപ്പർട്ടികളെയോ സിമുലേറ്റ് ചെയ്യിപ്പിച്ച് ബാറ്ററികൾ, ഫോൺ ബാറ്ററി, കാർ ബാറ്ററി, സൂപ്പർ കണ്ടക്ടേഴ്സ്, ലൈറ്റ് വെയ്റ്റ് ആയ മെറ്റീരിയൽസ്, ഫയർ റെസിസ്റ്റൻ്റ് ആയ മെറ്റീരിയൽസ്, അങ്ങനെ നമ്മുടെ ലൈഫിനെ ഈസി ആക്കാനും ഭൂമിയിലെ റിസോഴ്സസുകളെ ഡിപ്ലീറ്റ് ചെയ്യിക്കാതെ സസ്റ്റൈനബിളായി പോകാനും സഹായിക്കുന്ന ഹൈ പെർഫോമൻസ് മെറ്റീരിയൽസ് നിർമ്മിക്കാൻ സഹായിക്കും. 3. ബെറ്റർ ആയ വെതർ പ്രഡിക്ഷൻസ്. വാസ്റ്റ് എമൗണ്ട് ഓഫ് ഡേറ്റ പ്രോസസ്സ് ചെയ്യാൻ പറ്റും എന്നുള്ളതുകൊണ്ട് ഇപ്പം കിട്ടുന്നതിനേക്കാളും പ്രിസൈസ് ആയ കാലാവസ്ഥാ പ്രവചനങ്ങൾ നമുക്ക് കിട്ടും. അത് കൃഷിയെ സഹായിക്കും, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെയും സഹായിക്കും. 4. ഒപ്റ്റിമൈസേഷൻ. ഒരു പാക്കേജ് ഡെലിവറി ചെയ്യാൻ ബെസ്റ്റ് റൂട്ട് ഒപ്റ്റിമൈസ് ചെയ്ത് കണ്ടുപിടിക്കുന്നത് തൊട്ട് എനർജി ലോസ് ഇല്ലാതെ വൈദ്യുതി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടുന്ന ബെസ്റ്റ് രീതികൾ, എവിടെയെങ്കിലും പവർ ഡിസ്ട്രിബ്യൂഷനിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കണ്ടുപിടിക്കാനും സോൾവ് ചെയ്യാനുമുള്ള കഴിവ്, സോളാർ എനർജി പ്ലാന്റും വിൻഡ് എനർജി പ്ലാന്റും ഒക്കെ എപ്പോഴൊക്കെ എവിടെയൊക്കെ വെച്ചാൽ മാക്സിമം റിസൾട്ട് കിട്ടും, എഫിഷ്യൻ്റായി ഡ്രെയിനേജ് സിസ്റ്റം എങ്ങനെ വെക്കാം, അങ്ങനെ പല ഒപ്റ്റിമൈസേഷനും ഇത് സഹായിക്കും. ഫൈനലി സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ് ഇവയിലൊക്കെ ഉപയോഗിക്കുന്ന അൽഗോരിതംസിനെ വലിയ രീതിയിൽ ഇംപ്രൂവ് ചെയ്യിക്കാം. ഇതൊക്കെയാണ് ഭാവിയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൻ്റെ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസ്. അതിൻ്റെയൊക്കെ സ്റ്റാർട്ടിംഗ് സ്റ്റേജായാണ് ബില്ലോ ചിപ്പിൻ്റെ ഈ അച്ചീവ്മെൻറ്റുകളെ കണക്കാക്കുന്നത്.